ഏറ്റവും പുതിയ ഒരു സന്തോഷ വാർത്തയായിട്ടുമാണ് നമ്മളിന്ന് വരുന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാവത്തുള്ളൂ. കേരള ബാങ്കിന്റെ നമ്മുടെ നിലവിലെ അഡ്വൈസ് ലഭിച്ച കുട്ടികൾ അഡ്വൈസ് തടഞ്ഞുകൊണ്ടൊരു സ്റ്റേ നിലവിലുണ്ടായിരുന്നു. ആ സ്റ്റേ വെക്കേറ്റ് ആകുന്നു എന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് എന്തായാലും ഉത്തരവിന്റെ പകർപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാലും കിട്ടുന്ന അറിവുകൾ പ്രകാരം നമുക്കിപ്പോൾ വിധി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നമ്മുടെ സഹകരണ മേഖലയിൽ പ്രധാനപ്പെട്ട എല്ലാ മേഖലയും നടക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനും മാറ്റാൻ പറ്റും. അതുപോലെ ഒരുപാട് ആദ്യത്തെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും നന്ദി പറയലാണ്. നന്ദി പറയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ സഹകാരിയുടെ കുട്ടികളും അതുപോലെ പുറത്തു നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ചേർന്ന് ഒരൊറ്റ കെട്ടായിട്ട് ഇതിനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പ് ഇല്ലാത്ത ആൾക്കാർ പോലും വളരെയധികം എഫേർട്ട് ഇട്ട് ഫ്രണ്ടിൽ നിന്ന് കൊണ്ട് ഇതിനെ നയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ പോരാട്ട വീര്യത്തിന് ആണ് നമുക്ക് നന്ദി. നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങളിൽ പുറകെ നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ പോരാട്ട വീര്യത്തിന് നന്ദി. കാലം നിങ്ങളെ സ്മരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിജയം, ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമ്മുടെ കേരള ബാങ്ക് വിധി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിലവിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കേരള ബാങ്ക് അറിയാലോ, കഴിഞ്ഞ ജൂണിലാണ് നമുക്ക് ലിസ്റ്റ് വരുന്നത്. കഴിഞ്ഞ ജൂണിൽ വളരെ സന്തോഷമായ ലിസ്റ്റ് വന്നു. 400-ലധികം പേരുടെ അഡ്വൈസ് നടന്നു. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കറിയാം നമുക്ക് കുറേ പേര് നിലവിലുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ആ സമയത്ത് പഠനം തുടർന്ന് CSEBയിൽ കയറുകയും ചെയ്തു. കുറേ പേര് എന്ത് ചെയ്തു, ഇപ്പൊ തന്നെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കുറച്ചധികം കഷ്ടപ്പാടിലായിരുന്നു. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആവുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉടൻ തന്നെ അഡ്വൈസും കിട്ടിയ എല്ലാവർക്കും അപ്പോയിൻമെന്റ് ഈ ആഴ്ചയിൽ തന്നെ അടിയന്തരമായിട്ട് കൊടുക്കാനാണ് ഇപ്പോൾ നിലവിൽ നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ശരിയാവും. അപ്പോൾ അത് ശരിയാകുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എവിടേക്ക് അത് റിഫ്ലക്ട് ചെയ്യൂടാ. ഈ 400 പേര് പോകുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് CSEBയിൽ എങ്ങനെ പോയാലും ഒരു 250 തുടർന്ന് 300 വരെ വേക്കൻസികൾ നമുക്ക് പടയെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യത്യാസം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് നമുക്ക് സൊസൈറ്റി കാറ്റഗറിയിൽ നിന്ന് 200ഓളം പേര് ടപ്പോന്ന് പോവുകയാണ്. അതിനോടൊപ്പം നേരത്തെ കേരള ബാങ്കിന് വേണ്ടി പഠിച്ചു നിന്ന കുട്ടികൾ തന്നെ ഇപ്പോൾ ഒരു 100ഓളം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പല പല ബാങ്കുകളിലായിട്ട് ഇപ്പോൾ നിലവിൽ CSEB വഴി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ നമുക്ക് കേരള ബാങ്കിൽ കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ സൊസൈറ്റി കാറ്റഗറി കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ CSEBയിലുള്ള ആൾക്കാർ പഠിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 250 to 300 പേര് 300 വേക്കൻസികൾ ഇവിടെ നമ്മുടെ CSEBയിൽ ജനറേറ്റ് ആവാൻ വേണ്ടി പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യത്യാസം. അപ്പോൾ എന്ത് ചെയ്യുക, CSEBക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോളുക. കാരണം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാസ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. മാസ് നോട്ടിഫിക്കേഷൻ അത് ഒന്നാമത്തെ വ്യത്യാസം. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിന് ശേഷം ഇതിനോടൊപ്പം വന്ന ലിസ്റ്റാണ് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ലിസ്റ്റ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഏകദേശം 100ഓളം അഡ്വൈസ് പോയി കഴിഞ്ഞു. അതായത് 4-1 അഡ്വൈസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയില്ലേ, റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി JCIയിലും നമുക്ക് എന്ത് സംഭവിക്കും, NJD റിപ്പോർട്ട് ചെയ്യും. NJD അല്ല, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും. കാര്യം എന്താണ്, നിലവിലെ JCIയിലും കേരള ബാങ്കിലും കോമൺ ആയിട്ടുള്ള ഏകദേശം ഒരു 70ഓളം പേരുണ്ട്. ആ 70ഓളം പേരിൽ കുറച്ച് പേരെങ്കിലും എങ്ങോട്ട് പോകും, കേരള ബാങ്കിലോട്ട് പോകും. കുറേ പേര് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അവിടെ കുറച്ച് NJD വേക്കൻസി റിപ്പോർട്ട് ആവും. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടെ അഡ്വൈസ് മാസമായിട്ട് നമുക്ക് എവിടെ നടക്കും, നമ്മുടെ JCI റാങ്ക് ലിസ്റ്റ് നടക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും NJD റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഈ 200 പേരെ അഡ്വൈസ് ചെയ്തില്ലേ കേരള ബാങ്കിൽ, എല്ലാ പേരും ഒരു പക്ഷേ എന്ത് ചെയ്യില്ല, കേരള ബാങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചില ആൾക്കാർക്ക് JCI കിട്ടിയതുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഡ്വൈസുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം വേക്കൻസികൾ ആയിരിക്കും നമുക്ക് ഈ ഒരു മേഖലയിൽ രണ്ടും കൂടെ നികത്തി പോകാൻ സാധ്യതയുള്ളത്. സൈമൾട്ടേനിയസ്ലി 2 റാങ്ക് ലിസ്റ്റും അഡ്വൈസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് തീരാനുള്ള സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരള ബാങ്കിൽ ശ്രദ്ധിക്കൂ, കഴിഞ്ഞ ജൂണിൽ നടന്ന ആ ഒരു അഡ്വൈസിന് ശേഷം വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേക്കൻസി ഉണ്ട് കേരള ബാങ്കിൽ, പെൻഡിങ് ഉണ്ട്. കാരണം കഴിഞ്ഞ മെയ് മാസം റിട്ടയർമെന്റ് ആൻഡ് പ്രൊമോഷൻ വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടില്ല. അതുപോലെ ഈ മെയ് മാസത്തിന്റെ എന്താണ് റിട്ടയർമെന്റ് ആൻഡ് പ്രൊമോഷൻ വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടില്ല. അത് രണ്ടും പെൻഡിങ് ഉണ്ട്. അതും 200-ലധികം വേക്കൻസികൾ വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കുക. ഇതുവരെ നിന്ന ആൾക്കാരും ഇപ്പോൾ ഇൻ കേസ് കുറച്ചൊക്കെ ബാക്കിലോട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നന്നായിട്ട് നല്ല പവറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും ആവാത്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ചാൻസ്, ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരാൻ പോകുന്ന 6 മാസങ്ങൾ. അപ്പോൾ ഈ 6 മാസം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇതേപോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാം കേട്ടോ. അപ്പോഴെല്ലാവരും കൂടെ നിൽക്കണം. നമുക്ക് ഇപ്പോൾ കാണിച്ച ഒരു മാസ് പവർ ഉണ്ടല്ലോ, ആ പവർ എല്ലാവരെയും കാണിക്കണം. വിജയം എന്നും നന്മയോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് ആശംസിക്കണം മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ് നന്ദി ആശംസിക്കുന്നു. താങ്ക് യു.